അവന്തിക CS. ഞാൻ UPS G2 എടപ്പള്ളിക്കോട്ടയിലാണ് പഠിക്കുന്നത്. ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ കളരി പഠിക്കുന്നത് പൊന്മന കൃഷ്ണാനം കളരിയിലാണ്. എൻ്റെ ആശാൻ ശശി S ഗുരുക്കളാണ്. ഞാൻ തുടർച്ചയായി ജില്ലയിൽ 3 തവണ മേടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് ചാമ്പ്യൻ ആയിരുന്നു. നാഷണൽ ഹൈദരാബാദിൽ പോയപ്പം 2 ഗോൾഡും 2 സിൽവറും 1 ബ്രോൺസും പിന്നെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് കിട്ടി, സിൽവർ മെഡൽ കിട്ടി. 1 2 3 4 5 6 7 8 അടി. ഇത് എൻ്റെ കളരിയിലെ അമ്മാവനാണ്. പിന്നെ ഇതാണ് എൻ്റെ ആശാൻ ശശി S ഗുരുക്കൾ. ഇത് ഞങ്ങളെ കളരി നടത്തുന്ന ഗോപൻ മാമൻ. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. അച്ഛനും എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഹൈദരാബാദിലൊക്കെ കൊണ്ട് എത്തിച്ചത്, കൂടുതൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് അച്ഛനും. ചെയ്ത് തെറ്റിയാലൊക്കെ അടിക്കും. പിന്നെ ഫുഡിനാ ഭയങ്കര അടി. അമ്മ പിന്നെ അങ്ങനെയൊന്നുമില്ല. അമ്മ എല്ലാവർക്കും സപ്പോർട്ട്. പിന്നെ അമ്മ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ വഴക്കുറയും. ഇല്ല, പക്ഷെ നാഷണൽ എത്തിയെന്നൊരു പേടിയുണ്ടായിരുന്നു. ഞങ്ങൾ കാസർഗോഡ് പോയപ്പോഴാണ് അച്ഛൻ വിളിച്ച് ചോദിച്ചത് നാഷണലിൽ പോകാൻ ആഗ്രഹമുണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. ഇനി ഒന്നുമില്ല, ഇനി മേടിക്കണമെന്നുള്ളൊരു പോലീസ്. ഇതെല്ലാം എനിക്ക് കിട്ടിയ പുരസ്കാരമാണ്. ആദ്യമായിട്ട് ജില്ലയിൽ മത്സരിച്ചപ്പം ഞാൻ ചാമ്പ്യൻ ആയിരുന്നു. അപ്പം അതിന് കിട്ടിയ ട്രോഫിയാണ്. അതിൻ്റെ മെഡലാണ് ഇത് രണ്ടും. ഗോൾഡായിരുന്നു, അതിപ്പം കറുത്തിതായിപ്പോയി. പിന്നെ 2ാമത് ജില്ലയിൽ പോയപ്പോൾ കിട്ടിയത് ഇതാണ്. അതിൻ്റെ മെഡലാണ് ഇതും. പിന്നെ 3ാമത് പോയപ്പം ഇതായിരുന്നു. പിന്നെ സ്റ്റേറ്റിലായിരുന്നു പോയത്. അത് സ്റ്റേറ്റിലും ചാമ്പ്യൻ ആയിരുന്നു. അപ്പം അതിൻ്റെ ആണ്. പിന്നെ മെഡലുണ്ട്, 3 ഗോൾഡും 1 സിൽവറും ആയിരുന്നു. പിന്നെ നാഷണലിൽ പോയി. നാഷണലിൽ ട്രോഫിയൊന്നും കിട്ടിയില്ല, പിന്നെ മെഡലാണ്. പിന്നെ നാഷണലിൽ സെക്കൻഡ് പ്രൈസ് കിട്ടി. ചാമ്പ്യൻഷിപ്പിൽ 10 അടിയിലമർന്നു. അശ്വം, സർപ്പം, പരാഗം, മത്സ്യം, മയൂരം, കുക്കുടം, സിംഹം, മാർജാരി, മാരുതി. തിരിഞ്ഞുകുത്തി 10 അടിയിലമർന്ന് ഗജം. അശ്വം, സർപ്പം, പരാഗം, മത്സ്യം, മയൂരം, കുക്കുടം, സിംഹം, മാർജാരി,
തിരിഞ്ഞു കുത്തി 10 അടിയിലമർന്ന് തൊഴുതിരുന്നു. അവരുടെ മാതാപിതാക്കൾ അവർക്ക് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെല്ലേണ്ടടുത്ത് ചെന്നെത്താൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആഴ്ച 3 ദിവസം ക്ലാസ് വന്ന് ആ ക്ലാസ് 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അവർ പ്രാക്ടീസ് ചെയ്യാതെ നിന്നാൽ ഇതങ്ങ് വിട്ടുപോകും. നമ്മൾ പുതിയൊരു നിലപാടിൽ ഒരു ചെവിട് കൊടുത്താൽ അത് പുതിയ ചെവിട് കൊടുക്കുമ്പോൾ 3 ക്ലാസ്സേ അവർക്ക് കിട്ടുന്നുള്ളൂ. ആ 3 ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്തെങ്കിലേ ഈ ചെവിട് നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റൂ. മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ ഉറച്ചാൽ പിന്നെ പ്രശ്നമില്ല, പോകത്തില്ല. പക്ഷേ പുതിയത് കിട്ടുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യിക്കാൻ നമ്മൾ ആൾറെഡി തയ്യാറായിരിക്കണം മാതാപിതാക്കൾ. അല്ലെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. എല്ലാവരും അവരവർക്ക് കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് പഠിക്കുക, വിശേഷിച്ച് പെൺകുട്ടികൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ ചെന്നാലും ഇപ്പോൾ പെൺകുട്ടികളാണ് ഏത് കാറ്റഗറി ചെന്നാലും മത്സരിക്കാൻ കൂടുതലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സബ് ജൂനിയറിൽ തന്നെ 78 പെൺകുട്ടികളുണ്ടായിരുന്നു, ഒരു 50-55 ആൺകുട്ടികളെ വന്നോളൂ. അപ്പോൾ എവിടെ ചെന്നാലും പെൺകുട്ടികളാണ് മുന്നിൽ. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളും അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവരുടെ മക്കൾക്ക് എന്താണെന്ന് വെച്ചാൽ അതിനിഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ കുഞ്ഞ് തന്നെ പറഞ്ഞല്ലോ, ഒറ്റയ്ക്കായാലും അവർക്ക് അങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം, പിന്നെ അതിനുപരി നല്ലൊരു സ്വഭാവമായിരിക്കും ആളിന്. ഏത് മക്കൾക്കായാലും അത് പഠിച്ച് അതിൻ്റേതായ രീതി ആരുടെയും വഴക്കിന് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല ഒരിതാകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിവതും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്യിക്കുക. പിന്നെ മോളെ ഞാൻ ഈ പഠിപ്പിച്ച് അതുപോലെ പ്രാക്ടീസ്, ഇപ്പോൾ ആശാ നേരത്തെ പറഞ്ഞോണം, കളരി മാത്രം പഠിപ്പിച്ചിട്ട് മാത്രം ഒരാളിങ്ങനെ പോയിരുന്ന കാര്യമില്ല. ഇപ്പം നമ്മൾ 3-4 വർഷം ആയില്ല, 3.5 വർഷം കഴിഞ്ഞ്. പക്ഷേ 8 വർഷമായ ആൾക്കാർക്കും വീട്ടിൽ പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് വലിയ ഇതില്ല. വീട്ടിൽ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് കൊടുത്താൽ ഏത് കുട്ടികളും, നമ്മുടെ കളരിയിൽ തന്നെ കുറേ കുട്ടികളുണ്ട്, അത് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് അവർ വീട്ടിൽ നല്ലോണം പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരാൾക്ക് മാത്രമല്ല ഇത്, പിന്നെ ഒരു വാശി വേണം. നമുക്കിത് ഇപ്പോൾ ഒരു പരാജയം പറ്റിയാൽ അടുത്തതിനകത്ത് നമുക്കത് നേടണം എന്നുള്ളൊരു വാശിയും അതെല്ലാം കൂടെ ഉപയോഗിച്ച് അങ്ങനെ ഇയാൾക്ക് ഇച്ചിരി ഞാനത് പറഞ്ഞു കൊടുത്ത് ഇയാൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരെണ്ണത്തിൽ അത് മോശമായാൽ അടുത്തതിനകത്ത് അതൊരു വാശി കാണിക്കുക എന്നൊക്കെയുള്ള, പിന്നെ ട്രെയിൻ ചെയ്യിക്കുക. അപ്പം നമ്മുടെ വീട്ടിലെ പറ്റുന്ന സാഹചര്യം അനുസരിച്ച് വീട്ടിലെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഇതല്ലല്ലോ, പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല, സമയം കിട്ടുന്നില്ല അച്ഛനും അമ്മയ്ക്കായാലും ആർക്കായാലും. നമ്മൾ പിന്നെ ഇതേന്നും പറഞ്ഞാൽ പറയില്ല. ഇപ്പം നമ്മുടെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് 3 വർഷം 4-5 വർഷം കൊണ്ട് വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ കൂടെ നടക്കാൻ പറ്റുന്നു. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് രക്ഷിതാക്കളും നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്തുവാ, നമ്മുടെ മക്കൾ ഇങ്ങനെ ആവുന്നതല്ലേ. അപ്പോൾ അത് എല്ലാ മോള് പഠിക്കുന്നത് പന്മന കൃഷ്ണായനം കളരി പഠന കേന്ദ്രത്തിലാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് അവന്തിക പഠിച്ചു വരുന്നത്. ശശിഗുരുക്കൾ അവന്തിക നല്ല രീതിയിൽ പഠിപ്പിച്ച് ഇന്നിപ്പോൾ നാഷണൽ ലെവലിൽ എത്തിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കെല്ലാം വളരെ അഭിമാനമുണ്ട് അവന്തിക മോളെക്കുറിച്ച്. അവൾ നല്ല രീതിയിൽ ഇനിയും ഒരുപാട് ഭാവിയുള്ള കുട്ടിയാണ്. നല്ല രീതിയിൽ പഠിച്ച് ഭാവിയിൽ നല്ലൊരു കളരി ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്ത് ഒളിമ്പിക്സിൽ വരെ എത്തിച്ചേരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കളരിയിൽ നിന്നുണ്ടാവും, ആശാൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, ഞങ്ങളുടെ എല്ലാ ഭാഗത്തുനിന്നുണ്ടാവും.